നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കാൻ ഭയപ്പെടുന്ന രണ്ടടയാളങ്ങൾ. പക്ഷെ ഇതിനകം തന്നെ ചിലപ്പോൾ സ്നേഹം ഉച്ചത്തിലെത്തില്ല, അത് മുട്ടുന്നില്ല, അത് സ്വയം പ്രഖ്യാപിക്കുന്നില്ല. ചിലപ്പോൾ സ്നേഹം നിശബ്ദമായി വരുന്നു, വളരെ നിശബ്ദമായി. നിങ്ങൾ രണ്ടുപേരും അത് കേട്ടില്ലെന്ന് നടിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രണയം സിനിമകളോ യക്ഷികഥകളോ പോലെ തോന്നുന്നില്ല. അത് താൽക്കാലികമായി നിർത്തുന്നതായി തോന്നുന്നു, അത് മടി പോലെ തോന്നുന്നു, അത് ഏതാണ്ട് പോലെ തോന്നുന്നു. അതാണ് ഇതിത്ര ആശയക്കുഴപ്പത്തിലാക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്നില്ല, അവയും പറയുന്നില്ല. എന്നിട്ടും എങ്ങനെയോ ബന്ധം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് യാഥാർത്ഥ്യമായി തോന്നുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നമ്മൾ ഒരിക്കലും ആ പരിധി ലംഘിച്ചിട്ടില്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ളത്? സത്യം അസ്വസ്ഥതയുണ്ടെങ്കിലും സൗമ്യമാണ്. നിങ്ങൾ പരസ്പരം ഭയപ്പെടുന്നില്ല. പരസ്പരം സ്നേഹിക്കുന്നത് എന്തു മാറ്റുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾ രണ്ടുപേരും ഇതിനകം പരസ്പരം സ്നേഹിക്കുന്നു എന്നതിൻ്റെ രണ്ട് ശക്തമായ അടയാളങ്ങൾ ചുവടെയുണ്ട്. പക്ഷെ ഭയം വാതിൽക്കൽ നിൽക്കുന്നു, കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ അമർത്തുക. എല്ലാം തിരഞ്ഞെടുക്കുക. കാരണം ഓരോ വീഡിയോയ്ക്കും നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാൻ കഴിയും. ഒന്നാമത്തെ അടയാളം: ശരിയായ നിമിഷം വരുമ്പോഴും നിങ്ങൾ രണ്ടുപേരും അകന്നു നിൽക്കുന്നു. എല്ലാം ഒത്തുചേരുന്ന, സംഭാഷണം ഒഴുകുന്ന, നിശബ്ദത സുരക്ഷിതമാണെന്ന് തോന്നുന്ന, ഊർജം ഊഷ്മളമായ, പരിചിതമായ, അടുപ്പമുള്ള, പക്ഷെ ഒന്നും സംഭവിക്കാത്ത നിമിഷങ്ങളുണ്ട്. കുറ്റസമ്മതമോ ധീരമായ നീക്കമോ അദൃശ്യമായ രേഖ മുറിച്ചുകടക്കലോ ഇല്ല. വികാരമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അത് വളരെ യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ആകർഷണം ആഴമില്ലാത്തപ്പോൾ ആളുകൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അവർ അശ്രദ്ധമായി ശൃംഗരിക്കുന്നു. അവർ ചിന്തിക്കാതെ സാഹസങ്ങൾ ഏറ്റെടുക്കുന്നു. എന്നാൽ സ്നേഹം രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ എന്തോ ഒന്ന് മാറുന്നു. പെട്ടെന്ന് വാക്കുകൾ അപകടകരമാണെന്ന് തോന്നുന്നു. പ്രവൃത്തികൾ ശാശ്വതമായി തോന്നുന്നു. ഒരു തെറ്റായ നീക്കം എല്ലാം നശിപ്പിക്കുമെന്ന് തോന്നുന്നു. അതിനാൽ നിങ്ങൾ രണ്ടുപേരും വേഗത കുറയ്ക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധാലുക്കളാണ്. നിങ്ങളുടെ സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ തലയിൽ സംഭാഷണങ്ങൾ വീണ്ടും പ്ലേ ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയത്തിന് ഇതിനകം അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് നിങ്ങൾ സ്വയം തടയുന്നു. നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഈ ബന്ധം നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നിശബ്ദതയ്ക്ക് താഴെയുള്ള ഭയം. അവരെ സ്നേഹിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നില്ല. അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. ദുർബലരാകുകയും തെരഞ്ഞെടുക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വീണ്ടും അടയ്ക്കാൻ കഴിയാത്ത ഒന്ന് തുറക്കുന്നു. അതിനാൽ എല്ലാം അപകടത്തിലാക്കുന്നതിനു പകരം ക്ഷമയുടെ വേഷം ധരിച്ച് നിങ്ങൾ ദൂരം തിരഞ്ഞെടുക്കുന്നു. അവയും അതുതന്നെ ചെയ്യുന്നു. അതുകൊണ്ടാണ് ബന്ധം തീവ്രമായി തോന്നുന്നത്, പക്ഷെ പറയാത്തതായി തോന്നുന്നത്. ബന്ധം ശക്തമാണെങ്കിലും നിർവചിക്കപ്പെടാത്തതായി തോന്നുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ രണ്ടുപേരും വിലയേറിയ ഒന്നിനെ സംരക്ഷിക്കുന്നു. ആ സംരക്ഷണം വൈകാരിക സംയമനം പോലെ തോന്നിയാലും പറയാത്ത സത്യം: ഇവിടെ സ്നേഹമില്ലെങ്കിൽ ഭയമുണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ മടിക്കില്ല. നിങ്ങൾ അമിതമായി ചിന്തിക്കില്ല. നിങ്ങളിത് ആഴത്തിൽ ശ്രദ്ധിക്കില്ല. മടിയാണ് തെളിവ്. നിങ്ങൾ രണ്ടുപേരും അരികിൽ നിൽക്കുന്നു. ഒരേ ആകർഷണം അനുഭവിക്കുന്നു. മറ്റൊരാൾ ആദ്യം ചുവടുവയ്ക്കാൻ കാത്തിരിക്കുന്നു. രണ്ടാമത്തെ അടയാളം: നിങ്ങൾ സ്ഥലം സൃഷ്ടിക്കുന്നു, പക്ഷെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇതാണ് ഏറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അടയാളം. നിങ്ങൾ പരസ്പരം പിന്തുടരുന്നില്ല. നിങ്ങൾ ശ്രദ്ധ ആവശ്യപ്പെടുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അകന്നുപോകുന്നു. എന്നിട്ടും നിങ്ങളിൽ ആരും അപ്രത്യക്ഷരാകുന്നില്ല. എത്ര സമയം കടന്നുപോയാലും, എത്ര നിശബ്ദമായാലും, മുന്നോട്ടു പോകുന്നത് എത്ര യുക്തിസഹമാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. ദൂരം ഈ ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ല, അത് വെളിപ്പെടുത്തുന്നു. വികാരങ്ങൾ ആഴം കുറഞ്ഞതാണെങ്കിൽ ദൂരം അവയെ മായ്ക്കും. പകരം അവ നിങ്ങളുടെ ചിന്തകളിൽ തങ്ങി നിൽക്കുന്നു. അവ നിശബ്ദ നിമിഷങ്ങളിൽ തിരിച്ചെത്തുന്നു. നിങ്ങൾ ഏറ്റവും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കില്ലായിരിക്കാം. നിങ്ങൾ പരസ്പരം പലപ്പോഴും കാണില്ലായിരിക്കാം. ഒന്നും സംഭവിക്കുന്നില്ലെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തിയേക്കാം. എന്നിട്ടും വൈകാരികമായി എല്ലാം സംഭവിക്കുന്നു. പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ പിന്നോട്ടു പോകുന്നതെന്തുകൊണ്ടാണ്? സ്നേഹം അമിതമായി തോന്നുമ്പോൾ ദൂരം ഒരു നേരിടൽ സംവിധാനമായി മാറുന്നു. നിയന്ത്രണം വീണ്ടെടുക്കാൻ നിങ്ങൾ പിന്നോട്ടു പോകുന്നു. നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുക. നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത വികാരങ്ങളെ നേരിടുന്നത് ഒഴിവാക്കുക. അവരും അതുതന്നെ ചെയ്യുന്നു. അങ്ങനെ അടുപ്പത്തിനു പകരം നിങ്ങൾ സമാന്തരമായ ആഗ്രഹം പങ്കിടുന്നു. നിങ്ങൾ നിശബ്ദമായി പരസ്പരം മിസ് ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദമായി കരുതുകയാണ്. സ്വകാര്യമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് വൈകാരിക പക്വതയില്ലായ്മയല്ല, ഇത് വൈകാരികമായ അമിതഭാരമാണ്. നിശബ്ദമായ വിശ്വസ്തത. വേർപിരിയുമ്പോഴും നിങ്ങളിൽ ആരും മറ്റൊരാളെ വൈകാരികമായി മാറ്റിസ്ഥാപിക്കുന്നില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാം. നിങ്ങൾക്ക് സ്വയം ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ സുഖമാണെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുത്താൻ പോലും കഴിയും.
എന്നാൽ ആഴത്തിൽ നിങ്ങളെല്ലാവരെയും അവരുമായി താരതമ്യം ചെയ്യുന്നു. അവരെങ്ങനെയാണെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു. ഒരു ലേബലില്ലാതെ പോലും നിങ്ങൾക്കൊരു വിചിത്രമായ വിശ്വസ്തത അനുഭവപ്പെടുന്നു. അത്തരമൊരു അറ്റാച്ച്മെന്റ് ആശയക്കുഴപ്പത്തിൽ നിന്നല്ല വരുന്നത്. ഇതുവരെ ധൈര്യം കണ്ടെത്തിയിട്ടില്ലാത്ത സ്നേഹത്തിൽ നിന്നാണ് ഇത് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള സ്നേഹം ഇത്ര ഭാരമായി തോന്നുന്നത്? കാരണം അത് പൂർത്തിയാകാത്തതാണ്. പ്രകടിപ്പിക്കാത്ത പ്രണയത്തേക്കാൾ കൂടുതൽ ഭാരം വഹിക്കുന്നത്. ഒരടച്ചുപൂട്ടലില്ല, ദിശയില്ല, മോചനമില്ല. അതിനാൽ അത് നിങ്ങളുടെ നെഞ്ചിലിരിക്കുന്നു. നിശബ്ദം, ക്ഷമ, ശക്തം. രാത്രിയിലെ ചിന്തകളിൽ നിങ്ങളത് അനുഭവിക്കുന്നു. പെട്ടെന്ന് വേദനിപ്പിക്കുന്ന ഗാനങ്ങൾ. അവരവിടെയുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. ഈ സ്നേഹം നിങ്ങളെ ക്ഷമ പഠിപ്പിക്കുന്നു. പക്ഷേ അത് നിങ്ങളുടെ ധൈര്യത്തെയും പരീക്ഷിക്കുന്നു. ഈ ബന്ധം നിങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്? അടിയന്തരതയല്ല, സമ്മർദ്ദമല്ല, കുറ്റസമ്മതം നിർബന്ധിക്കുന്നില്ല. അത് നിങ്ങളോട് തന്നെ സത്യസന്ധത ആവശ്യപ്പെടുകയാണ്. സൗമ്യമായി സ്വയം ചോദിക്കുക, അവരെ സ്നേഹിക്കാൻ ഞാൻ ഭയപ്പെടുന്നുണ്ടോ? അതോ സ്നേഹം എനിക്കെന്തു വില നൽകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ടോ? ഞാൻ ഉറപ്പിനോ അനുവാദത്തിനോ വേണ്ടി കാത്തിരിക്കുകയാണോ? ഒന്നും മാറിയില്ലെങ്കിൽ മൗനം പാലിക്കുന്നതിൽ ഞാൻ ഖേദിക്കുമോ? ചിലപ്പോൾ പ്രണയത്തിന് ഉടനടി നടപടി ആവശ്യമില്ല. പക്ഷേ അതിന് അവബോധം ആവശ്യമാണ്. കാരണം രണ്ടാളുകൾ പരസ്പരം സ്നേഹിക്കാൻ ഭയപ്പെടുമ്പോൾ സമയം ആ വികാരത്തെ അപ്രത്യക്ഷമാക്കുന്നില്ല. ആരാണ് ആദ്യം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് എന്തു ചെയ്യണമെന്ന നിശബ്ദ വേദനയോട് ജീവിക്കാൻ പഠിക്കുന്നത് എന്നു മാത്രമേ അത് തീരുമാനിക്കൂ. അന്തിമ സത്യം. ഇത് പതുക്കെ വായിക്കുക. നിങ്ങൾ രണ്ടുപേരും നിസ്സംഗരായിരുന്നുവെങ്കിൽ വ്യക്തതയുണ്ടാകും. സ്നേഹം നിലനിൽക്കുന്നിടത്ത് മാത്രമേ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ സംയമനം പാലിക്കുന്നു. അതിനാൽ ഈ ബന്ധം ആഴമേറിയതും എന്നാൽ നിർവചിക്കപ്പെടാത്തതും, സുരക്ഷിതവും എന്നാൽ ഭയാനകവും, ശാന്തവും എന്നാൽ വൈകാരികമായി തീവ്രവുമാണെങ്കിൽ ഇല്ല, നിങ്ങളത് സങ്കൽപ്പിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടുന്നു. നിങ്ങൾ രണ്ടുപേരും ഇതിനകം പ്രണയത്തിലാണ്. ഒരേ വികാരത്തിന്റെ എതിർവശങ്ങളിൽ നിൽക്കുന്നു. ഭയത്തേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ ധൈര്യത്തിനായി കാത്തിരിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മൂല്യം കണ്ടെത്തിയെങ്കിൽ ലൈക്ക് ചെയ്യാനും പങ്കിടാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.